വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഒരു കേർഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാവും അല്ലേ? പെട്ടെന്നൊക്കെ നമുക്ക് വേഗം എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നല്ല സ്വാദുമുണ്ട്, പിന്നെ വിശപ്പും മാറും. വേറൊരു കറിയോ അങ്ങനെയൊന്നും വേണ്ട, ഒരു പിക്കിളോ ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ നമുക്ക് കേർഡ് റൈസ് കഴിക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പൊന്നിയരി അല്ലെങ്കിൽ ഏത് വൈറ്റ് റൈസും എടുക്കാം കേട്ടോ. ബിരിയാണി അരിയുടെ ഉണ്ടാവില്ലേ, ജീരകശാല അരി, ആ അരി വരെ എടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് ജീരകശാല അരി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇത് മാത്രം പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതൊന്ന് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തത്. ഇതിന് നല്ലോണം വേവണം ചോറ്. ആദ്യം അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തത്. അപ്പോൾ ഇതേപോലെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടോടെ തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കണം. ആദ്യം നല്ലോണം ചൂടിൽ നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത ചൂടിൽ തന്നെ ഇതിങ്ങനെ അരിയായിട്ട് നമുക്ക് ഇങ്ങനെ നല്ലോണം കുഴഞ്ഞ് നല്ലോണം വേവണം ഈ അരി. എന്നിട്ട് ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഉടച്ചെടുക്കണം. ഇത് ഉടച്ചെടുക്കട്ടെ. നമ്മൾ ആ ഉടച്ചെടുത്ത അരിയിലേക്ക് ഒരു 1/2 കപ്പ് പാല് ഞാൻ ഒഴിക്കുന്നുണ്ട്. കാച്ചിയ പാല് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. നല്ല പുളിയുള്ളത് വേണ്ട കേട്ടോ, ഒരു മീഡിയം പുളിയുള്ള തൈരാണ്. കട്ട തൈര് ഒഴിച്ച് മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് കായംപൊടി ഞാൻ ഇപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുക. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില നല്ലോണം നമ്മളിങ്ങനെ നുറുക്കിയിടുക. നുറുക്കി ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുക അതിൽ ആ കറിവേപ്പിലേൻ്റേത്. എന്നിട്ടത് നല്ലോണം എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ആ കറിവേപ്പിലയുടെയും ആ കായത്തിൻ്റെയും മണം നന്നായിട്ട് ഈ ചോറിലേക്ക് വരണം. അതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് എടുക്കാം. ഞാൻ ഉപ്പ് പാകത്തിന് ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നാ ആ ചോറൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇളം ചൂടോടെ തന്നെ നമ്മളത് വേവിച്ച ഉടനെ തന്നെ നമുക്ക് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കതൊന്ന് വറുത്തിടണം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം, പച്ചമുളകും ഇഞ്ചിയും. അതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ ധാരാളം ചേർത്തിട്ടുണ്ട് ആദ്യം. ആ വറ്റൽമുളകും കൂടി മൂത്ത് വന്നാൽ നമുക്ക് ചോറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ചും കൂടി നമുക്ക് കായപ്പൊടി ചൂടോടെ നമ്മൾ ആ വറുത്തിട്ടില്ലേ അതിൻ്റെ ചൂടോടെ കുറച്ചും കൂടി കായംപൊടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇത് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ പണി. എത്ര എളുപ്പമായിട്ട് നമ്മൾ ചെയ്തു അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കേർഡ് റൈസ് ഇഷ്ടമാവാത്തവരാരും ഉണ്ടാവില്ല. ഒക്കെ പെട്ടെന്നൊക്കെ നല്ലതല്ലേ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പല വിധത്തിലും ഉണ്ടാക്കുന്നുണ്ട് കേർഡ് റൈസ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.
നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഇതിൽ തൈരിൻ്റെ ടേസ്റ്റോ ഉപ്പിൻ്റെ ടേസ്റ്റോ ഒക്കെ നോക്കി അത് വീണ്ടും നമുക്ക് പാകത്തിന് ചേർത്തെടുക്കാം. ഞാൻ കുറച്ചുകൂടി തൈര് അതിൽ ചേർക്കുന്നുണ്ട്. ഒരു കുഴഞ്ഞ രൂപത്തിലാണ്. നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി തിന്നേണ്ട പാകമല്ലേ. പിന്നെ തൈര് നമുക്ക് പാകത്തിനുള്ള തൈര് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ.